ഹായ് കുഞ്ഞുങ്ങളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SD സ്റ്റഡി കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 5ൻ്റെ യൂണിറ്റ് 1 ദുലാരെപ്പല്ലിലെ ഫസ്റ്റ് ചാപ്റ്ററായ ധൂപ് ആ ഗയി ആണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പം ദുലാരെപ്പൽ എന്ന് വെച്ചാൽ പ്രിയപ്പെട്ട നിമിഷങ്ങൾ. ദുലാരെ എന്ന് വെച്ചാൽ പ്രിയപ്പെട്ട, പൽ എന്ന് വെച്ചാൽ നിമിഷങ്ങൾ. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ധൂപ് ആ ഗയി, സൂര്യപ്രകാശം വന്നു. ധൂപ്പ് എന്ന് വെച്ചാൽ സൂര്യപ്രകാശം, ആ ഗയി എന്ന് വെച്ചാൽ വന്നു. ഇത് എഴുതിയത് പ്രയാഗ് ശുക്ൽ എന്ന് പറഞ്ഞൊരു കവിയാണ്. ധൂപ് ആ ഗയി സുബഹ സുബഹ കി, കലിയാം പ്യാരി പ്യാരി മഹക്കി, കലിയാം ക്യാരി ക്യാരി മഹക്കി, കലിയാം ഇത്നി സാരി മഹക്കി. ധൂപ് ആ ഗയി, ധൂപ്പ് എന്ന് വെച്ചാൽ സൂര്യപ്രകാശം, ആ ഗയി എന്ന് വെച്ചാൽ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ധൂപ് ആ ഗയി, സൂര്യപ്രകാശം വന്നു. സുബഹ സുബഹ കി, സുബഹ എന്ന് വെച്ചാൽ രാവിലെ, സുബഹ സുബഹ കി എന്ന് വെച്ചാൽ രാവിലത്തെ. അപ്പം ധൂപ് ആ ഗയി സുബഹ സുബഹ കി, രാവിലത്തെ സൂര്യപ്രകാശം വന്നു. കലിയാം പ്യാരി പ്യാരി മഹക്കി, കലിയാം എന്ന് വെച്ചാൽ മുകുളങ്ങൾ, മൊട്ടുകൾ. പ്യാരി പ്യാരി മഹക്കി, നല്ല മനോഹരമായ, അതാണ് ഇവിടെ സുന്ദരി അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ മനോഹരമായ അതൊക്കെയാണ്. മഹക്കി എന്ന് വെച്ചാൽ മണം, മണത്തു. കലിയാം പ്യാരി പ്യാരി മഹക്കി, മുകുളങ്ങൾക്ക് നല്ല മനോഹരമായ മണമാണ്. കലിയാം ക്യാരി ക്യാരി മഹക്കി, കലിയാം എന്ന് വെച്ചാൽ മൊട്ടുകൾ, മുകുളങ്ങൾ. ക്യാരി ക്യാരി എന്ന് വെച്ചാൽ മധുരമുള്ള, മധുരം. മഹക്കീം എന്ന് വെച്ചാൽ മണം. അപ്പം മുകുളങ്ങൾക്ക് മധുരമുള്ള മണം. കലിയാം ഇത്തിനി സാരി മഹക്കീം, കലിയാം എന്ന് വെച്ചാൽ മുകുളങ്ങൾ തന്നെ. ഇത്തിനി സാരി, ഇത്രയും അധികം. ഇത്തിനി എന്ന് വെച്ചാൽ ഇത്രയും, സാരി എന്ന് വെച്ചാൽ അധികം, മഹക്കീം എന്ന് വെച്ചാൽ മണം. അപ്പം മുകുളങ്ങൾക്ക് ഇത്രയും അധികം മണമാണ്. ഹവാ ബഹ് രഹി ഠണ്ഡി ഠണ്ഡി, ഘൂം രഹി വഹ് ബഹക്കി ബഹക്കി, ഉടുത്തി ഉടുത്തി ആയി ചിടിയ, ഫുദക് ഫുദക് കർ വേ ഭി ചഹക്കി. ഹവാ ബഹ് രഹി ഠണ്ഡി ഠണ്ഡി, ഹവ എന്ന് വെച്ചാൽ കാറ്റ്, ബഹ് രഹി എന്ന് വെച്ചാൽ വീശുന്നു, ഠണ്ഡി എന്ന് വെച്ചാൽ തണുപ്പ്. അപ്പം ഹവാ ബഹ് രഹി ഠണ്ഡി ഠണ്ഡി വെച്ചാൽ തണുത്ത കാറ്റാണ് വീശുന്നതെന്ന്. ഘൂം രഹി വഹ് ബഹക്കി ബഹക്കി, ഘൂം എന്ന് വെച്ചാൽ ഇങ്ങനെ കറങ്ങുക. ബഹക്കി എന്ന് വെച്ചാൽ തത്തി, ബഹക്കി ബഹക്കി എന്ന് വെച്ചാൽ തത്തി തത്തി കളിച്ചുകൊണ്ട്. ആരാണ്? കാറ്റ്. അപ്പം കാറ്റാണെങ്കിൽ ഇങ്ങനെ തത്തി തത്തി കളിച്ചുകൊണ്ടാണ് കറങ്ങുന്നത്. ഉടുത്തി ഉടുത്തി ആയി ചിടിയ, ഉടുത്തി എന്ന് വെച്ചാൽ പറക്കുക, ചിടിയ എന്ന് വെച്ചാൽ പക്ഷി. പക്ഷികൾ വരുന്നത് പറന്നാണ് വരുന്നത്. എങ്ങനെയാണ് വരുന്നത്? പക്ഷികൾ പറന്ന് വരുന്നു. ഫുദക് ഫുദക്കർ വേ ഭി ചഹക്കി, ഫുദക് ഫുദക് എന്ന് വെച്ചാൽ ഫുദക് ഫുദക്കർ എന്ന് വെച്ചാൽ ചാടിച്ചാടിക്കൊണ്ട്, വേഭി അവരും, ചഹക്കി ചിലച്ചു, ചാടിച്ചാടിക്കൊണ്ട് അവരും ചിലച്ചു. അപ്പോൾ ഇത് ഈ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റി സെഷനാണ്. രംഗ് ഭരെ, കളർ കൊടുക്കാൻ. ഈ താഴെ കൊടുത്തിരിക്കുന്ന 2 പിക്ചേഴ്സിന് കളർ കൊടുക്കാൻ. അപ്പം ആദ്യത്തെ പിക്ചർ നോക്കിക്കേ. യഹ് കലി ഹെ, യഹ് എന്ന് വെച്ചാൽ ഇത്, കലി ഹെ മൊട്ടാണ്, ഇതൊരു മൊട്ടാണ്. സെക്കൻഡ് പിക്ചർ നോക്കൂ. യഹ് ചിടിയാ ഹെ, യഹ് എന്ന് വെച്ചാൽ ഇത്, ചിടിയാ ഹെ പക്ഷിയാണ്. അപ്പം ഇത് ഒരു പക്ഷിയാണ്. അപ്പം ഇവിടെ 4 കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ലാൽ, ഹര, കാല, നീല. അപ്പം ഇതെല്ലാം നിങ്ങൾ പഠിക്കേണ്ട കളേഴ്സാണ്. മെയിനായിട്ടുള്ള കളേഴ്സാണ് ഈ 4 ലാൽ എന്ന് വെച്ചാൽ റെഡ്, ഹര എന്ന് വെച്ചാൽ ഗ്രീൻ, കാല എന്ന് വെച്ചാൽ ബ്ലാക്ക്, നീല എന്ന് വെച്ചാൽ ബ്ലൂ. ശബ്ദ പെഹച്ചാനോ കവിതാ മേം രേഖാഗിത് കരയും. അപ്പോൾ ഇവിടെ 5 ബലൂൺസിൽ 5 വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ 5 വേർഡ്സിനെ മനസ്സിലാക്കിയിട്ട് കവിതയിൽ എവിടെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കാനാണ് പറയുന്നത്, അണ്ടർലൈൻ ചെയ്യാൻ. അപ്പം ആദ്യത്തെ റെഡ് ബലൂണിൽ എന്തോന്ന് നോക്കാം. ലാൽ ബലൂണിൽ കലിയാം, കലിയാം എന്ന് വെച്ചാൽ മുട്ടുകൾ, മുകുളങ്ങൾ.
ഹര ബലൂണിൽ ക്യാരി മധുരമുള്ള. ഇവിടെ നെക്സ്റ്റ് ഒരു പീല യെല്ലോ കളറിലെ ഒരു ബലൂണിൽ ചിടിയ എന്ന് കൊടുത്തിട്ടുണ്ട്. ചിടിയയുടെ മീനിങ് എന്താ? ബേർഡ്, പക്ഷി. നെക്സ്റ്റ് ഒരു ഗുലാബി പിങ്ക് കളറിലെ ബലൂണിൽ കൊടുത്തിട്ടുണ്ട് ധൂപ്പ്. ധൂപ്പ് എന്ന് വെച്ചാൽ സൂര്യപ്രകാശം. നെക്സ്റ്റ് ഒരു നീല ബ്ലൂ കളറിലെ ബലൂണിൽ ഹവ എന്ന് കൊടുത്തിട്ടുണ്ട്. ഹവ എന്ന് വെച്ചാൽ വായു, കാറ്റ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.